ഹലോ കൂട്ടുകാരെ, 2 ദിവസം മുമ്പ് ഡിവൈൻ മെർജിങ്ങിനെ കുറിച്ച് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ച് ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഡിവൈൻ മെർജിങ് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഡിവൈൻ മെർജിങ് എന്നാൽ ആ പദത്തിലുള്ളതുപോലെ തന്നെ ഡിവൈനിൽ മെർജ് ആവുക എന്നതാണ്. നമ്മളുടെ സോൾ മെർജിങ് മുമ്പ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സോൾ മെർജിങ് എന്ന സ്റ്റേജിന് മുമ്പായിട്ട് ആണ് ഡിവൈൻ മെർജിങ് നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ ഫെമിനൈൻ എനർജി ടോട്ടലി ബാലൻസ്ഡ് ആയിരിക്കും, പർപ്പസിലേക്ക് വന്നിരിക്കും, ജേർണീനെ സറണ്ടർ ചെയ്തിരിക്കും ഡിവൈൻ്റെ അടുത്ത്. അതായത് ഇന്ന് സറണ്ടറിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം നമ്മൾ സറണ്ടർ ചെയ്യും, പിന്നെയും ഡൗട്ട് വരും, പിന്നെയും ഒരു ഡിസയറിൻ്റെ എനർജിയൊക്കെ വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ട് ലാസ്റ്റിൽ ടോട്ടലായിട്ട് സറണ്ടർ ചെയ്യും ഫെമിനൈൻ എനർജി ജേർണീനെ. കാരണം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാകും ഈ ജേർണിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ എന്ത് തന്നെ നടന്നാലും ഈ ജേർണിയിൽ അതിൻ്റെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് ഫെമിനൈൻ എനർജി മനസ്സിലാക്കിയിരിക്കും. എല്ലായ്പ്പോഴും ഫെമിനൈൻ എനർജിക്ക് ഡിവൈൻ്റെ ഒരു പ്രസൻസ് അവരുടെ ചുറ്റും അനുഭവപ്പെടും. ആൻഡ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഡിവിനിറ്റി കാണും, ഒരു ദൈവികമായ ഒരു പരിവേഷം എല്ലാ കാര്യത്തിലും അവർ ചെയ്യുന്ന കാര്യത്തിൽ കാണും. ഈ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഫൊർഗീവ്നെസ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിരിക്കും. മാക്സിമം കാർമിക് ക്ലിയറൻസ് കഴിഞ്ഞിരിക്കും ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ എല്ലാവരുമായിട്ട് ഒരു സോൾ ലെവലിൽ കണക്ട് ആവാൻ പറ്റും ഫെമിനൈൻ എനർജിക്ക്. അതായത് ഫോർ എക്സാമ്പിൾ അവരുടെ ലൈഫിൽ ഒരു കാർമിക് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. കാർമിക് എന്ന് പറഞ്ഞാൽ അതൊരു അവരുടെ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പറും ആയിരിക്കാം. അപ്പോൾ അവരുടെ ഫ്രീക്വൻസി ലോ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മിസ്മാച്ച് ആയിരിക്കും. അപ്പോൾ ഈ കാർമിക് പേഴ്സൺസ് നമ്മുടെ ലൈഫിൽ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും ട്രിഗർ തന്നാൽ കൂടെ അവരെ ഒരു സോൾ ലെവലിൽ ആലോചിച്ചുകൊണ്ട് അപ്പം മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ തൻ്റെ ജന്മത്തിൻ്റെ പർപ്പസ് ഓൾറെഡി ഫെമിനൈൻ എനർജി മനസ്സിലാക്കിയിരിക്കും. എല്ലായ്പ്പോഴും ഡിവൈനിൽ സറണ്ടർഡ് ആയിരിക്കും. അതായത് തോട്ട് പ്രോസസ്സിൽ ആ ഒരു പവർ അല്ലാതെ, ആ ഒരു അൾട്ടിമേറ്റ് പവർ അല്ലാതെ വേറൊന്നും കാണില്ല. അതുവരെ ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ യൂണിയന് വേണ്ടിയായിരിക്കും പലപ്പോഴും ഒരു ഡിസയർ വെച്ചിരിക്കുന്നത്. എന്നാൽ ഡിവൈനിൽ മെർജായി കഴിയുമ്പം സ്വയം കംപ്ലീറ്റ്നെസ്സിൽ വരും ഫെമിനൈൻ എനർജി. അപ്പോൾ അവരുടെ ചോയ്സ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ആയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി ഡിവൈനെ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. യൂണിയനെയോ ട്വിൻ ഫ്ലെയിമിനെയോ അല്ല. ട്വിൻ ഫ്ലെയിമിനെ ടോട്ടലായിട്ട് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരു ബ്ലിസ്ഫുൾ എനർജിയിലായിരിക്കും എല്ലായ്പ്പോഴും. ഫെമിനൈൻ എനർജി തൻ്റെ പർപ്പസുമായിട്ട് ടോട്ടലി അലൈൻഡ് ആയി കഴിഞ്ഞിരിക്കും ഈ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ തൻ്റെ പർപ്പസിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെയും അതിലേക്കായിരിക്കും അവരുടെ എനർജി കൂടുതലായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫെമിനൈൻ എനർജീൻ്റെ ലൈഫിൽ എന്തെങ്കിലും അപ്സെറ്റ്സ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് വരികയാണെങ്കിൽ പോലും അത് ടോട്ടലായിട്ട് ഡിവൈനിൽ സമർപ്പിച്ചുകൊണ്ട്, അതായത് ഈ നടക്കുന്നതൊക്കെയും എൻ്റെ ഒരു നല്ല ഇതിനായിട്ടാണ്, എൻ്റെ പർപ്പസിലേക്ക് എത്താനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അത്രയും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. അതുവരെ ഉണ്ടായിരുന്ന പരാതികളോ പരിഭവങ്ങളോ, ഡിവൈനോട് പോലും ഉള്ള പരാതികളോ പരിഭവങ്ങളോ ഇതൊന്നുമില്ലാതെയും ലൈഫിനെ ആസ് ഇറ്റ് ഈസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കും ഫെമിനൈൻ എനർജി. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ റീബർത്ത് ആയി കഴിഞ്ഞ് ഒരു ഡിവൈൻ എനർജിയിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജിയാണ് ഡിവൈനുമായിട്ട് മെർജ് ആവുന്നത്.
തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. ഇതല്ലാതെ ട്വിൻ ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട് അല്ലെങ്കിൽ റേഖി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ത്രൂ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.